ഒരു യമണ്ടൻ കുമ്പളങ്ങ എടുത്ത് തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി നന്നായി കഴുകി അടപ്പയിലേക്ക് അങ്ങ് വെക്കുവാണേ. ഈ അളവിൽ എല്ലാ പീസുകളും അരിഞ്ഞ് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ തേങ്ങ എടുക്കുവാണേ. ആ ടൂൾസ് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് കല്ലിൽ അടിച്ചു പൊട്ടിക്കാൻ നോക്കിയിട്ട് 3-4 കഷ്ണമായി പോയിട്ടുണ്ട്. ചവരൊട്ടും തന്നെ വരാതെ നല്ല വെള്ള കളറിൽ ചിരവി എടുത്തിരിക്കുന്ന തേങ്ങയും പച്ചമുളകും നല്ല കട്ടി തൈരും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ. വെന്ത് വെള്ളം വറ്റിച്ചെടുത്തിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് നമ്മുടെ ഈ അരപ്പും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം പുളിയുള്ള തൈര് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കടുകാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കടുക് പോയാൽ കലഹം ഉറപ്പെന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കേട്ടോ നമ്മൾ കടുക് എടുത്തിരിക്കുന്നത്. പൊടിച്ച കടുകും വിതറി തിളച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും വേപ്പിലയും കൂടി അങ്ങ് താളിച്ചിട്ടപ്പോഴേക്കും നമ്മുടെ ഓണസദ്യ വെള്ളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിയാക്കുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിലെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. ഓരോരുത്തരും ഓരോ വിഭവമാണ് ഉണ്ടാക്കേണ്ടത്. അടിപൊളിയാണ്.